ഏത് സ്റ്റാൻലി ജോസഫ് വന്നാലും നെടുമ്പുരക്കൽ ബാലചന്ദ്രൻ്റെ തട്ട് താണു തന്നെ ഇരിക്കും. കാരണം ആ റോള് ചെയ്യുന്നതാരാ? കിഷോർ പീതാംബരൻ എന്ന് പറയുന്ന മഹാനായ നടനാണ്. ഏഷ്യാനെറ്റിലെ മഴതോരും മുൻപേ എന്ന് പറയുന്ന സീരിയലിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് അതിലെ നെടുന്തൂണായ നെടുമ്പുരക്കൽ ബാലചന്ദ്രൻ്റെ ക്യാരക്ടർ ചെയ്യാൻ കിഷോർ എന്ന് പറയുന്ന നടനെ കിട്ടിയതാണ്. ഇന്നലത്തെ എപ്പിസോഡിൽ അദ്ദേഹത്തിൻ്റെ അഭിനയം കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ നെഞ്ച് തകർന്നു പോയി. നിർഭാഗ്യവാനായ ആ പമ്പര വെട്ടി ഞാനാണെന്ന് പറഞ്ഞിട്ടുള്ള എന്താ പറയുക, ആ കണ്ണിൽ വെള്ളം വന്ന് പക്ഷേ ചുണ്ടിൽ ആ ചിരിയും വെച്ചിട്ടുള്ള ഒരു അഭിനയം ഉണ്ടല്ലോ, എന്താ പറയുക, പറയാൻ വാക്കുകളില്ല. അത്രയ്ക്ക് നെഞ്ചത്തട്ടിയ ഒരു അഭിനയമായിരുന്നത്. വൈജയെക്കുറിച്ച് സ്റ്റാൻലിയുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ആ ഒരു സീനിൽ എത്ര ഭാവങ്ങളാണ് ബാലചന്ദ്രൻ്റെ മുഖത്തൂടെ മിന്നിമായെന്ന് നമുക്ക് കാണാൻ പറ്റും. ഓരോ സീനിലും ഓരോരോ ചെറിയ ചെറിയ ഭാവവ്യത്യാസങ്ങളാണ് പുള്ളി കൊടുത്തിരിക്കുന്നത്. സ്റ്റാൻലി ബാലചന്ദ്രൻ കൂടിക്കാഴ്ചയെ എലിവേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറയുന്നത് സാധാരണ ഏഷ്യാനെറ്റിൽ ഉപയോഗിക്കുന്ന എന്താ പറയുക ലൊട്ടിലൊടുക്ക് തരികിട ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അല്ലാതെ നല്ലൊരു വയലിൻ്റെ സ്കോറ് ഉപയോഗിച്ചിട്ട് ആ ഒരു സീൻ എലിവേറ്റ് ചെയ്യാൻ ശ്രമിച്ചത് നല്ലൊരു ഫ്രഷ് ഫീലിംഗ് തോന്നി അത് കേട്ടപ്പോൾ. കിഷോർ എന്ന് പറയുന്ന നടൻ ഇതിനു മുമ്പ് വില്ലൻ റോളുകളാണെങ്കിലും ക്യാരക്ടർ റോളുകളാണെങ്കിലും എല്ലാത്തിലും തെളിഞ്ഞൊരു വ്യക്തി തന്നെയാണ്. പക്ഷേ നെടുമ്പുരക്കൽ ബാലചന്ദ്രൻ എന്ന് പറയുന്ന ക്യാരക്ടർ അദ്ദേഹത്തിന് കൊടുത്ത മൈലേജ് എന്ന് പറയുന്നത് അത് വളരെ വലുതാണ്. കാരണം ഈ ഒരു മഴതോരും മുൻപേ എന്ന് പറയുന്ന സീരിയലിൽ പ്രേക്ഷകർ സഞ്ചരിക്കുന്നത് തന്നെ നെടുമ്പുരക്കൽ ബാലചന്ദ്രൻ്റെ വികാരങ്ങളോടൊപ്പമാണ്. ബാലചന്ദ്രന് പറ്റിയ ചതിയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ സങ്കടമാണെങ്കിലും അദ്ദേഹം ചെയ്യുന്ന പ്രതികാരമാണെങ്കിലും എല്ലാം പ്രേക്ഷകർ അവരുടെ എന്നുള്ള രീതിയിലാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഈ ഒരു ക്യാരക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാസാണോ എന്ന് ചോദിച്ചാൽ മാസാണ്, ഇമോഷണൽ ആണോ എന്ന് ചോദിച്ചാൽ ഇമോഷണലാണ്, വില്ലനാണോ എന്ന് ചോദിച്ചാൽ വില്ലനാണ്, ഹീറോ ആണോ എന്ന് ചോദിച്ചാൽ ഹീറോ ആണ്. അപ്പം മൊത്തം എല്ലാ എന്താ പറയുക റോളും ഇൻക്ലൂഡ് ചെയ്തൊരു ക്യാരക്ടറാണിത്. അപ്പോൾ ഈ പറയുന്ന റോളുകളെല്ലാം ഭംഗിയായി ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കിഷോർ എന്ന് പറയുന്ന വ്യക്തിയിലെ നടൻ്റെ ഒരു കഴിവെന്ന് പറയുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ അദ്ദേഹം സ്റ്റാൻലിയുടെ അടുത്ത് എന്താ പറയുക അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്ന ഒരു വാചകമുണ്ട്, ഹിസ് ഹൈനസ് നെടുമ്പുരക്കൽ ബാലചന്ദ്രൻ എന്ന് പറഞ്ഞിട്ട്. പൊതുവെ രാജാക്കന്മാരെയും അങ്ങനെ വലിയ വലിയ ആൾക്കാരെ അഭിസംബോധന ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഹിസ് ഹൈനസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതാണ് എനിക്ക് ആ ഒരു നടൻ്റെ കഴിവിനെ പറ്റി ആലോചിക്കുമ്പോൾ എനിക്ക് അദ്ദേഹത്തെ അങ്ങനെ വിളിക്കാനാണ് തോന്നുന്നത്, ഹിസ് ഹൈനസ് കിഷോർ പീതാംബരൻ എന്ന്.